സായത്തോടെ തിരുവനന്തപുരത്ത് വിജിൻ NDA ഭരണം ഉറപ്പിച്ചോ? അവിടെ NDAയുടെ ഒരു ആശ്വാസ വിജയമായി തിരുവനന്തപുരം മാറുന്നുണ്ടോ? വിജിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്തായാലും ഇപ്പോൾ BJPയുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന R. ശ്രീലേഖ സംസാരിക്കുകയാണ്. മാധ്യമങ്ങളോട് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 40 സീറ്റിലേക്ക് നിലവിൽ BJP എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 21 LDF, 15 കോൺഗ്രസ്, 2 സ്വതന്ത്രൻ. അതായത് ഒരാൾ കോൺഗ്രസിന്റെ വിമതനാണ്. പൗടിക്കോണത്ത് കോൺഗ്രസ് വിമതൻ കൂടി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ 2 സ്വതന്ത്രൻ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം വോട്ടർമാർക്ക് നന്ദി പറയുകയാണ് ശ്രീലേഖ. ഷഫീഖ് നസറുള്ള കാസർഗോഡ് എന്നുള്ള വിവരങ്ങളുമായി. ഷഫീഖ്, എന്താണ് കാസർഗോഡിലെ ഫൈനൽ പിക്ചർ? എന്താണ് ഇപ്പോഴത്തെ അവസാനത്തെ അപ്ഡേറ്റ്? എന്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ UDF 10 ഡിവിഷനിലും LDF 7 ഡിവിഷനിലും NDA 1 ഡിവിഷനിലുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 10 ഡിവിഷനിലാണ് LDF ഉള്ളത്. UDF-ൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് UDF നേരത്തെ പറഞ്ഞിരുന്നു. പ്രചാരണത്തിലൊക്കെ ശക്തമായിരുന്നു. ഇപ്പോൾ 10 ഡിവിഷനുകളിലാണ് UDF മുന്നിലുള്ളത്. 7 ഡിവിഷനിൽ LDF-ഉം 1 ഡിവിഷനിൽ NDA-യും മുന്നിൽ നിൽക്കുന്നു. കാസർഗോഡ് നഗരസഭ ഭരണം നിലനിർത്തിയിരിക്കുന്നു. NDA-ക്ക് 2 സീറ്റുകൾ നഷ്ടമായി. കൂടുതൽ സീറ്റുകളോടെയാണ് കാസർഗോഡ് നഗരസഭ UDF നിലനിർത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. അവിടെ LDF. ഷഫീഖ്, ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായാണോ UDF അവിടെ വരുന്നത് കാസർഗോഡ്? 2015-ൽ UDF ഭരിച്ചിരുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2020-ലാണ് LDF പിടിച്ചെടുത്തത്. LDF പിടിച്ചെടുത്തപ്പോൾ LDF-നും UDF-നും ഒരേ എണ്ണം ഡിവിഷനുകളാണ് ലഭിച്ചത്. പിന്നീട് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഭരണം നടത്തിയത്. ഇത്തവണ അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് 10 ഡിവിഷനിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നത്. 7 ഡിവിഷനിലാണ് LDF മുന്നിൽ നിൽക്കുന്നു. 1 ഡിവിഷനാണ് ഇപ്പോൾ BJPക്ക് 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. അതിൽ 1 ഡിവിഷനിൽ BJPയോടൊപ്പം UDF വലിയ ശക്തമായ മത്സരം നടത്തുന്നു. അവിടെ 2 ഡിവിഷന്റെ പിന്തുണയുണ്ടായിരുന്ന NDA-ക്ക് ഇത്തവണ 1 നഷ്ടമാകും എന്നൊരവസ്ഥയിലേക്ക് എത്തി. 10 ഡിവിഷനിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുകയാണ്. 7 ഡിവിഷന്റെ പിന്തുണയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. LDF മുന്നിൽ നിൽക്കുന്നത് 7-ഉം NDA 1 ഡിവിഷനിലുമാണ്. കാസർഗോഡ് ജില്ലയിൽ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ബ്ലോക്ക് പഞ്ചായത്ത് LDF-നും 2 ബ്ലോക്ക് പഞ്ചായത്ത് UDF-നുമായിരുന്നു. ഇവിടെ LDF-ൽ നിന്ന് 1 ബ്ലോക്ക് പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന സൂചനകൾ. 3 ഡിവിഷനിലാണ് LDF മുന്നിൽ. അതോടൊപ്പം 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF മുന്നിൽ നിൽക്കുന്നു. നേരത്തെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് UDF-ന് അധികാരമുണ്ടായിരുന്നെങ്കിൽ 1 LDF-ൽ നിന്ന് പിടിച്ചെടുക്കുന്നു. പരപ്പ ബ്ലോക്ക് ഡിവിഷൻ LDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ പഞ്ചായത്തുകളിലും LDF-ന് കവച്ചു വെക്കാനാവുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ UDF കേന്ദ്രങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനമായി കാസർഗോഡ് നഗരസഭ LDF പിടിച്ചെടുത്തു കഴിഞ്ഞു. അധികാരം നിലനിർത്തി. കാഞ്ഞങ്ങാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കാഞ്ഞങ്ങാട് അധികാരത്തിലെത്താനാവും എന്ന് UDF 431 UDF ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിച്ചിരിക്കുന്നു. 366 മാത്രമാണ് LDF. അതായത് വളരെ വ്യക്തമായ ആധിപത്യം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ UDF ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LDF അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭയക്കണം. വലിയ ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്ന് LDF ഭയക്കണം. കാരണം അടിത്തട്ടിൽ ശക്തി പ്രാപിക്കുകയാണ് UDF, അടിത്തട്ടിൽ വേരിറക്കുകയാണ് കോൺഗ്രസ് എന്ന് LDF ഭയക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, എല്ലായിടത്തും ഒരു സമഗ്രാധിപത്യം നമുക്ക് ഈ ടാലിയിൽ കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്തിൽ ആധിപത്യം, ബ്ലോക്ക് പഞ്ചായത്തിൽ ആധിപത്യം, ജില്ലാ പഞ്ചായത്തിൽ ആധിപത്യം, മുനിസിപ്പാലിറ്റിയിൽ ആധിപത്യം, കോർപ്പറേഷനിൽ ആധിപത്യം. ഒരിടത്ത് പോലും പിന്നോട്ട് പോകാതെ ഒരുപക്ഷെ ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ ശേഷം UDF നേടുന്ന ഏറ്റവും ആധികാരികമായ, ഏറ്റവും സമഗ്രമായ വിജയമായി ഇതിനെ കാണാം. ഇവിടെ ആരാണ് ചിരിക്കുന്നതെന്ന് നോക്കിയാൽ അത് VD സതീശനാണ്. ഒരുപക്ഷെ ഒരു UDF നേതാവും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിരിക്കാത്ത വിധം നിഷാദ് VD സതീശൻ ചിരിക്കുകയാണ്. VD സതീശന്റെ കമാൻഡിംഗ് പവർ കൂടുകയാണ്, വിലപേശൽ ശേഷി കൂടുകയാണ്. സംശയമില്ല. ഏറ്റവും അവസാനത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് ശേഷം പോലും അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അകത്തുനിന്ന് പോലും ശ്രമങ്ങളുണ്ടായി. പക്ഷേ
വി.ഡി. സതീശൻ അത്തരം സങ്കീർണതകളെ മറികടന്നുകൊണ്ട് ഏറ്റവും പവർഫുൾ ലീഡർ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസിനകത്തും പുറത്തും കൊടുക്കുകയാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം കോൺഗ്രസിനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക, UDFന്റെ നേട്ടം എന്ന് പറയുന്നത് LDFന്റെ കോട്ടകളെ തകർത്തുകൊണ്ടാവുക ചെറിയ കാര്യമല്ല. പിണറായി വിജയനെ പോലെ ഒരു ടവറിംഗ് ലീഡറിനെ വീഴ്ത്തി മലർത്തി അടിക്കുക, തദ്ദേശത്തിലെ ഉരുക്കുകോട്ടകളെ വീഴ്ത്തുക, അവസാനം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികളെ മറികടക്കുന്ന രാഷ്ട്രീയ വിജയമുണ്ടാക്കുക, കേരളത്തെ വർഗീയമായി തന്നെ ചിന്തിപ്പിക്കാൻ മതവൈകാരികത ഉണർത്താൻ തക്കവണ്ണം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ കോൺഗ്രസിന്റെ ദുർബലമായ സംവിധാനങ്ങൾ കൊണ്ട് മറികടക്കാൻ ചെറിയ കാര്യമല്ല.